ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ആനകൾക്ക് വിശ്രമം നൽകാത്തതും ചൂടേറിയതുമാണ് ആനകൾ ഇടയാൻ കാരണമെന്ന് ആനപ്രേമി സംഘം. സംസ്ഥാനത്ത് എഴുന്നള്ളിപ്പ് നടത്തുന്ന ആനകളുടെ എണ്ണം കുറഞ്ഞതോടെ നിലവിലുള്ള ആനകളെയാണ് എഴുന്നള്ളിപ്പിന് എത്തിക്കുന്നത്. ഇത് വിശ്രമമില്ലാത്ത അവസ്ഥയിലെത്തിക്കുന്നതായും ആനപ്രേമി സംഘം ഭാരവാഹി ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. 700-ലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ 390 ആനകൾ മാത്രമാണുള്ളത്. ഇതിൽ 290 ആനകൾ മാത്രമാണ് എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടാന പരിപാലന ചട്ടം പാലിക്കാതെയാണ് ചില ഉത്സവ കമ്മിറ്റികൾ എഴുന്നള്ളിപ്പ് നടത്തുന്നത്. ആനകൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകുന്നില്ല. സമീപത്ത് DJ സൗണ്ട് സിസ്റ്റം, നാസിക് ഡോൾ എന്നിവ ഉപയോഗിക്കുന്നത് ആനകളെ അസ്വസ്ഥരാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. തലപ്പൊക്ക മത്സരങ്ങളുടെ പേരിൽ ആനകളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും നാട്ടാന പരിപാലന ചട്ടം പാലിച്ചാൽ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. ഒരു 6 മാസത്തെ കാലയളവിലാണ് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങൾ നടന്നു വരുന്നത്. ഏകദേശം 3 ലക്ഷത്തോളം കുടുംബങ്ങളാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും കഴിഞ്ഞു പോകുന്നത്. ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നും കരുതിക്കൂട്ടി ഉണ്ടാവുന്നതാണോ, അതോ ഇത് വിദേശ സംഘടനകളുടെ ഫണ്ട് കൈപ്പറ്റി ചില ആളുകൾ ഈ പൂരവും ഉത്സവവും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനകളിടഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആനകൾ ഇടഞ്ഞതിന് പിന്നാലെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 3 പേർ മരിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.